ഓം നമോ വെങ്കിടേശായ. നമസ്കാരം. ആത്മീകം കുടുംബത്തിന്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഈ പ്രപഞ്ചത്തിന്റെ 555 പോർട്ടൽ ഓപ്പൺ ആകുന്ന ദിവസം. 555 പോർട്ടൽ ഓപ്പൺ എന്നും പറയാം, അല്ലെങ്കിൽ 555 മാനിഫെസ്റ്റേഷൻ എന്നും പറയാം, അല്ലെങ്കിൽ 555 ഏഞ്ചൽ നമ്പർ എന്നും നമുക്ക് പറയാവുന്നതാണ്. ഈ ദിവസത്തിൽ നമ്മുടെ ഏത് ആഗ്രഹങ്ങളാണെങ്കിലും ഒരൊറ്റ ആഗ്രഹം സാധിപ്പിച്ചു തരുവാൻ ഈ പ്രപഞ്ചത്തിന് അതിയായ ശക്തിയുള്ള ഒരു ദിവസമായാണ് കരുതപ്പെടുന്നത്. സാധാരണ എല്ലാ മാസങ്ങളിലും ഓരോ പോർട്ടൽ ദിവസം ഓപ്പൺ ആകുന്നുണ്ട്. അതുപ്രകാരം അതിവിശേഷപ്പെട്ടതും പെട്ടെന്ന് തന്നെ നമ്മുടെ ആഗ്രഹങ്ങളെ നിറവേറ്റിയെടുക്കുവാൻ സാധിക്കുന്നതുമായ ചില പോർട്ടൽ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അതിൽ പ്രധാനമായതാണ് 555. ബാക്കിയുള്ളത് എന്ന് പറയുമ്പോൾ 333, 111, 888 ഈ 3 ദിവസങ്ങളും നമുക്ക് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. ഈ ദിവസത്തിൽ നമ്മുടെ ഏതൊരു ആഗ്രഹങ്ങളാണെങ്കിലും ഈ പ്രപഞ്ചത്തോട് നമ്മൾ അപേക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് ആ ആഗ്രഹം ഉടനെ തന്നെ നിറവേറ്റി തരും ഈ പ്രപഞ്ചശക്തി എന്നാണ് പറയുന്നത്. നമ്മളെല്ലാവരും തന്നെ ഈ യൂണിവേഴ്സിനെ വിശ്വസിക്കുന്നവരാണ്. ഈ യൂണിവേഴ്സിനോട് നമ്മുടെ ഏതൊരു ആഗ്രഹം പറഞ്ഞാലും അത് നിറവേറ്റി തരും. ഈ പ്രപഞ്ചത്തിന് വലിയവർ എന്നോ ചെറിയവർ എന്നോ, അല്ലെങ്കിൽ ഇവർക്ക് ഈ ആഗ്രഹം നിറവേറ്റി കൊടുക്കരുത് എന്നോ, മറ്റുള്ളവർക്ക് വാരിക്കോരി കൊടുക്കാമെന്നോ എന്നുള്ള യാതൊരു വിധത്തിലുള്ള ഭേദങ്ങളും ഇല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഒരുപാട് ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകളെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് പ്രകാരം ഇന്ന് പറയുവാൻ പോകുന്നത് 5/5/2025, അതായത് 5-ാം തീയതി 5-ാം മാസം 2025 അവസാനത്തെ 5ഉം എടുത്തോളൂ. അങ്ങനെ നോക്കുമ്പോൾ 3/5 നമുക്ക് ഇന്ന് വരുന്നത്. അങ്ങനെ കാണുന്ന സമയത്ത് രാവിലെ 5 മണി മുതൽ വൈകുന്നേരം 5:59 വരെയും ഈ പ്രപഞ്ചശക്തി വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാണ് പറയുന്നത്. അതിനാൽ തന്നെ ഇന്ന് നമ്മൾ വൈകുന്നേരം 5:59 ഞാൻ ഇവിടെ ഒരു മെത്തേഡ് പറയാം. ഒരു പക്ഷേ ഈ മെത്തേഡ് ചെയ്യാൻ സാധിച്ചില്ല, ഞങ്ങൾ ഓഫീസുകളിലാണ് എന്ന് പറയുന്നവർക്കും അതിനുള്ള വേറൊരു മെത്തേഡും കൂടി ഞാൻ പറയാം. ഇങ്ങനെ 2 കാര്യങ്ങൾ ഞാൻ ഇവിടെ പറയുന്നുണ്ട്. നിങ്ങളുടെ ഏതൊരു ആഗ്രഹങ്ങളാണെങ്കിലും ഒരൊറ്റ ആഗ്രഹം നിങ്ങൾ ആദ്യം മനസ്സിൽ കരുതേണ്ടതുണ്ട്. ആ ആഗ്രഹം വെറും 5 ദിവസം കൊണ്ട് ഈ പ്രപഞ്ചശക്തി നിങ്ങളിലേക്ക് എത്തിച്ചു തരും. ചിലർ ഇത് വളരെ വിശ്വാസത്തോടു കൂടി ചെയ്തു നോക്കും, ചിലർ ഇത് വെറുതെയെങ്കിലും ചെയ്ത് നോക്കാമെന്ന് കരുതി നിങ്ങൾ ചെയ്തു നോക്കും. നിങ്ങൾ ഏത് കാര്യത്തിൽ ഏത് ധാരണയോടുകൂടിയാണ് ഈ കാര്യം ചെയ്യുന്നത് എങ്കിലും നിങ്ങളുടെ ആഗ്രഹം ഈ പ്രപഞ്ചം നിങ്ങൾക്ക് വെറും 5 ദിവസം മാത്രം സമയം കൊടുക്കുക. അതായത് ഈ വരുന്ന മെയ് 10-ാം തീയതി അല്ലെങ്കിൽ 11-ാം തീയതിക്കുള്ളിൽ തന്നെ നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നിങ്ങളുടെ കൺമുന്നിൽ കൊണ്ടെത്തിക്കും ഈ പ്രപഞ്ചം എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ് ആ മെത്തേഡ് എന്ന് കാണാം. ഇതിനായി ഞാൻ നേരത്തെ പറഞ്ഞ സമയം എന്ന് പറയുന്നത് കഴിവതും 5:59 വരെയുള്ള സമയം എടുക്കാനായിട്ട് ശ്രമിക്കുക. ഇനി ഒരു പക്ഷേ നമുക്ക് ഈ സമയം കിട്ടിയില്ല എങ്കിലും ഇന്ന് 5-ാം തീയതിയും 5-ാം മാസവും ആയതിനാൽ തന്നെ ഇന്ന് രാത്രി 12 മണി വരയ്ക്കുള്ള ഏതൊരു സമയത്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡ് പ്രയോഗിക്കാവുന്നതാണ്. എങ്കിലും നമ്മൾ 5:59 വരെ ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ നമ്മളിലേക്ക് ഫലം എത്തിച്ചേരുന്നതായിരിക്കും. ആദ്യത്തെ മെത്തേഡ് എന്ന് പറയുന്നത് നമ്മുടെ എഴുത്താണ്. ഞാൻ എഴുത്തിനെ കുറിച്ച് ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ആഗ്രഹങ്ങൾ നിറവേറി കിട്ടുവാനായി ഈ പ്രപഞ്ചവും നമ്മളും തമ്മിൽ കണക്ട് ചെയ്യുവാനായി ഏറ്റവും ഉപകാരപ്പെടുന്ന ഒന്നാണ് ഈ എഴുതി എടുക്കുക എന്ന് പറയുന്നത്. നിങ്ങൾ എഴുതുന്നതിലൂടെ നിങ്ങളുടെ ആഗ്രഹങ്ങളെ നിങ്ങൾക്ക് പെട്ടെന്ന് മാനിഫെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഇതിനായി ഒരു വരയിടാത്ത നോട്ട് പുസ്തകവും ഒരു നീല നിറത്തിലുള്ള മഷിയുള്ള പേനയുമാണ് നമുക്ക് ആവശ്യം. ഇന്ന് വൈകുന്നേരം ഞാൻ പറഞ്ഞ സമയത്തിനുള്ളിലോ അല്ലെങ്കിൽ അത് കഴിഞ്ഞ് ഉറങ്ങുന്നതിന് മുന്നേയോ നിങ്ങൾക്ക് ഈ മാനിഫെസ്റ്റേഷൻ ചെയ്യാവുന്നതാണ്. 5 തവണയാണ് നിങ്ങളുടെ ഒരു ആഗ്രഹം നിങ്ങൾ എഴുതേണ്ടത്. അതിനായിട്ട് ആദ്യം നിങ്ങളുടെ പേര് നിങ്ങൾ എഴുതേണ്ടതാണ്. നിങ്ങളുടെ പേരെഴുതി താഴെ നിങ്ങളുടെ ഏത് ആഗ്രഹമാണോ നിങ്ങൾക്ക് നിറവേറി കിട്ടേണ്ടത് ആ ആഗ്രഹം നിങ്ങൾക്ക് എഴുതാം. ഉദാഹരണത്തിന് നിങ്ങൾക്ക് നല്ല ഒരു ജോലിയാണ് ആവശ്യമെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച ആ ജോലിയുടെ പേരെഴുതി ആ ജോലി എനിക്ക് ലഭിച്ചതിന് നന്ദി എന്ന് എഴുതാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു 2 ലക്ഷമോ 3 ലക്ഷമോ അല്ലെങ്കിൽ 10 ലക്ഷമോ ആണ് ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് ആഗ്രഹിച്ച 10 ലക്ഷം രൂപ തന്നനുഗ്രഹിച്ചതിന് നന്ദി എന്നിങ്ങനെ എഴുതാവുന്നതാണ്. നമുക്ക് സ്വപ്നം കാണുന്നതിന് യാതൊരു വിധത്തിലുള്ള പരിധിയും തന്നെയില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സ്വപ്നങ്ങൾ ദിവസം തോറും വളർന്നുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ആ സ്വപ്നങ്ങളെ നിറവേറ്റി തരുവാൻ തയ്യാറായി നിൽക്കുകയാണ് ഈ പ്രപഞ്ചം. പക്ഷേ ഈ പ്രപഞ്ചത്തോട് നമ്മൾ എങ്ങനെയാണ് ചോദിക്കേണ്ടത് എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ
ഈ യൂണിവേഴ്സ് നമുക്ക് ആവശ്യമായ കാര്യങ്ങൾ നമ്മളിലേക്ക് എത്തിച്ചു തരികയുള്ളൂ. അതിൽ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നതാണ് ഈ എഴുതിയെടുക്കുക എന്നുള്ള കാര്യം. ഇങ്ങനെ നിങ്ങളുടെ ആഗ്രഹങ്ങളെ നിങ്ങൾ 5 തവണ എഴുതേണ്ടതാണ്. ഇത് ഇന്ന് നിങ്ങൾ ഏത് സമയത്താണോ എഴുതുന്നത് അതേ സമയത്ത് തന്നെ 5 ദിവസവും തുടർച്ചയായിട്ട് നിങ്ങൾക്ക് ഈ മെത്തേഡ് പ്രയോഗിച്ച് നോക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഒരു പുസ്തകത്തിൽ തന്നെ 5 പേപ്പറുകളിലായിട്ട് ഓരോ ദിവസവും നിങ്ങൾക്ക് ഇത് എഴുതാം. ഇത് എഴുതുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നേടിയെടുക്കാൻ സാധിച്ചു എന്നുള്ള ആ പരിപൂർണമായ വിശ്വാസം മാത്രമാണ് വേണ്ടത്. നിങ്ങൾ എത്രമാത്രം ഈ പ്രപഞ്ചത്തിൽ വിശ്വസിക്കുന്നുവോ അത്രയും വേഗത്തിൽ നിങ്ങളിലേക്ക് നിങ്ങളുടെ ആവശ്യങ്ങൾ എത്തിച്ചു തരുന്നതായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് ഒരു 5 മണിക്കാണ് എഴുതുന്നത് എങ്കിൽ നാളെ വൈകുന്നേരവും 5 മണിക്ക് എഴുതാം. അതുപോലെ തന്നെ തുടർച്ചയായി 5 ദിവസം എഴുതാം. ഇത് ഓഫീസിലാണെങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പെട്ടെന്ന് ഫലം തരുന്ന ഒരു മെത്തേഡാണ്. കാരണം പേപ്പറും പേനയും മാത്രമാണ് നമുക്ക് ആവശ്യമെന്ന് പറയുന്നത്. അതിനാൽ തന്നെ നമുക്ക് ഇത് എവിടെ ഇരുന്ന് വേണമെങ്കിലും എഴുതാവുന്നതാണ്. ഇനി ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. നിങ്ങൾ ഇത് എഴുതുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സ് ശാന്തമായിരിക്കുവാനും നിങ്ങളുടെ ആഗ്രഹങ്ങളെ മുഴുവനായിട്ട് നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരുവാനും ശ്രദ്ധിക്കുക. ഇനി ഒരു പക്ഷേ നാളെ നിങ്ങൾക്ക് ഇതേ സമയത്ത് എഴുതാൻ സാധിച്ചില്ല എങ്കിലും കൂടി ഒരു 5-10 മിനിറ്റോ അങ്ങോട്ടോ ഇങ്ങോട്ടോ ആവുന്നതിൽ യാതൊരു വിധത്തിലുള്ള തെറ്റും തന്നെ ഇല്ല. ഇനി നമ്മൾ പറയുവാൻ പോകുന്ന അടുത്ത മെത്തേഡ് എന്ന് പറയുന്നത്, ഇത് നിങ്ങൾ കൃത്യമായിട്ട് 5 മണിക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കഴിവതും 5 മണി അല്ലെങ്കിൽ 5:59 ഈ 59 മിനിറ്റിനുള്ളിൽ നിങ്ങൾക്ക് ഏതൊരു സമയത്ത് വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. ഇതും ഒരു റൈറ്റിംഗ് മെത്തേഡ് തന്നെയാണ്. ഞാൻ ഇവിടെ ഇപ്പോൾ അത് കാണിക്കാം എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന്. ഞാനിവിടെ ചെറിയ ഒരു A4 ഷീറ്റിൻ്റെ ഒരു കഷ്ണം പേപ്പർ എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഏത് നിറത്തിലുള്ള പേപ്പർ ആണെങ്കിലും സാരമില്ല. ആ ഒരു പേപ്പർ എടുത്ത് നമ്മുടെ പേര് നമ്മൾ ആദ്യം എഴുതുക. അതിനുശേഷം 5 തവണ നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മൾ എഴുതുക. ഞാനിവിടെ എനിക്ക് ആവശ്യമായ 10 ലക്ഷം രൂപ തന്നനുഗ്രഹിച്ചതിന് നന്ദി എന്ന് എഴുതിയിട്ടുണ്ട്. ഇത് തന്നെയാണ് ഞാൻ 5 തവണയും എഴുതിയിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ഏതൊരു ആഗ്രഹങ്ങൾ വേണമെങ്കിലും ഇതേ രീതിയിൽ എഴുതാം. ജോലി സംബന്ധിച്ചുള്ള കാര്യങ്ങളാണെങ്കിലും അല്ലെങ്കിൽ ആഗ്രഹിച്ച വ്യക്തിയെ വിവാഹം കഴിക്കുവാനുള്ള ആ ഒരു പോസിറ്റീവായിട്ടുള്ള റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുകയാണെങ്കിലും, അതും അല്ല നമുക്ക് വേറെ എന്തെങ്കിലും പേഴ്സണലായിട്ടുള്ള ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഇത് എഴുതാവുന്നതാണ്. ഇതുപോലെ നമ്മൾ നീല നിറത്തിലുള്ള മഷിയുള്ള പേന കൊണ്ട് വേണം എഴുതുവാൻ ആയിട്ട്. ഇത് എഴുതുന്ന സമയത്ത് ഓരോ തവണയും നിങ്ങളുടെ മനസ്സിൽ ആ ആഗ്രഹം നിറവേറി കിട്ടി എന്നുള്ള പരിപൂർണമായ വിശ്വാസത്തോടു കൂടി തന്നെ എഴുതുവാനായിട്ട് ശ്രമിക്കുക. ഇനി നമുക്ക് വേണ്ടത് എന്ന് പറയുന്നത് ഒരു കണ്ണാടി ഗ്ലാസ് മുഴുവനായിട്ടും ശുദ്ധമായ വെള്ളമായിരിക്കണം. ഈ വെള്ളം നമ്മൾ ഈ 5 മണിക്ക് എഴുതി കഴിഞ്ഞതിന് ശേഷം ആ പേപ്പറിന് മുകളിലേക്ക് വെച്ച് ആ ഗ്ലാസ് വെള്ളം നമുക്ക് അടച്ചു വെക്കാവുന്നതാണ്. ഇങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോൾ ഇത് നിങ്ങൾക്ക് ഒരു പക്ഷേ ഓഫീസുകളിൽ ഇരുന്ന് ചെയ്യാൻ സാധിച്ചു എന്ന് വരില്ല. കാരണം ഇത് വീട്ടിലുള്ളവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഏറ്റവും ഫലപ്രദമായ മെത്തേഡാണ്. അതിനാൽ നിങ്ങൾ വീട്ടിലിരിക്കുന്നവർ ഈ ഒരു മെത്തേഡ് പ്രയോഗിക്കുക. അല്ലാത്തവർ ഞാൻ ആദ്യം പറഞ്ഞ മെത്തേഡ് പ്രയോഗിക്കാവുന്നതാണ്. ഇങ്ങനെ ഗ്ലാസ്സിലെ വെള്ളം നമ്മൾ അടച്ച് വയ്ക്കുക. അതിനുശേഷം നമ്മൾ കണ്ണുകൾ അടച്ചിരുന്നു കൊണ്ട് നമുക്ക് ആവശ്യമായ കാര്യങ്ങൾ നിറവേറ്റി തന്നതിന് ഈ പ്രപഞ്ചത്തോട് നന്ദി രേഖപ്പെടുത്തുന്ന രീതിയിൽ നിങ്ങൾ എന്താണോ ആ പേപ്പറിൽ എഴുതിയിരിക്കുന്നത് അത് പറയാം. ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്, എനിക്ക് ആവശ്യമായ 10 ലക്ഷം രൂപ തന്നനുഗ്രഹിച്ചതിന് നന്ദി പ്രപഞ്ചമേ. എനിക്ക് ആവശ്യമായ 10 ലക്ഷം രൂപ തന്നനുഗ്രഹിച്ചതിന് നന്ദി പ്രപഞ്ചമേ എന്നിങ്ങനെയാണ് ഞാനിവിടെ പറയുന്നത്. ഇത് നിങ്ങൾക്ക് ഒരു 5-10 മിനിറ്റ് കണ്ണുകൾ അടച്ചിരുന്നു കൊണ്ട് നിങ്ങൾക്ക് ആവശ്യമായ തുക നിങ്ങളിലേക്ക് എത്തിയാൽ എത്രമാത്രം സന്തോഷം നിങ്ങളുടെ മനസ്സിൽ വരുമോ ആ സന്തോഷം ഈ പ്രപഞ്ചത്തിലേക്ക് പ്രകടിപ്പിച്ചുകൊണ്ട് തന്നെ പറയാവുന്നതാണ്. ഇത് കഴിഞ്ഞ് ഈ ഗ്ലാസ് വെള്ളത്തോടു കൂടി നമുക്ക് ഈ പേപ്പർ നമുക്ക് മാറ്റി വെക്കാവുന്നതാണ്. നിങ്ങൾ വെക്കുന്ന സമയത്തും ഈ പേപ്പർ താഴെ വെക്കുക, അതിന് മുകളിൽ ഈ കണ്ണാടി ഗ്ലാസ് വെക്കുക, അതിന് മുകളിൽ ഒരു ചെറിയ അടപ്പിട്ട് നമുക്ക് ഈ വെള്ളം അടച്ചു വെക്കാവുന്നതാണ്. ആരും ഇതിനെ തട്ടിമറിച്ച് ഉടയ്ക്കില്ല എന്നുള്ള വിശ്വാസമുള്ള സ്ഥലത്ത് നിങ്ങൾക്ക് ഇതിനെ മാറ്റി വെക്കാവുന്നതാണ്. ഇനി ഇന്ന് ചെയ്ത അതേ സമയത്ത് നാളെ നിങ്ങൾ ഒരു ഫോണിൽ അലാറം പോലെ സെറ്റ് ചെയ്ത് വെച്ച് അതേ ഗ്ലാസ് വെള്ളം നിങ്ങൾ താഴെ ഇരുന്നു കൊണ്ട് ഗ്ലാസ് വെള്ളം നിങ്ങൾ മുഴുവനായിട്ടും കുടിക്കുക. പിന്നീട് വീണ്ടും അത് ഫില്ല് ചെയ്തിട്ട് അതുപോലെ വെക്കുക. വെക്കുന്ന സമയത്തും നിങ്ങൾ ഒരു 10 മിനിറ്റോളം നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിറവേറി കിട്ടിയതിന് നന്ദി പ്രപഞ്ചമേ എന്ന് നിങ്ങൾ പറയുക.
പറയേണ്ടതാണ്. ഇങ്ങനെ പറഞ്ഞ് ഇതുപോലെ 5 ദിവസവും നിങ്ങൾ തുടരുക. 5 ദിവസവും കഴിഞ്ഞതിനു ശേഷം 6-ാം ദിവസം രാവിലെ ഈ പേപ്പർ നിങ്ങൾക്ക് കത്തിച്ചു കളയാം. അതിലുള്ള വെള്ളം നിങ്ങൾക്ക് എടുത്ത് കുടിക്കാവുന്നതാണ്. ഇങ്ങനെ നിങ്ങൾ 5 ദിവസവും പൂർണ്ണ വിശ്വാസത്തോടു കൂടി ഈ ഒരു മെത്തേഡ് പ്രയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് ആവശ്യമായത് എന്താണോ അത് നിങ്ങളിലേക്ക് ഉടനടി ഈ പ്രപഞ്ചം എത്തിച്ചു തരുന്നതായിരിക്കും. അത് എന്തു തന്നെയാണെങ്കിലും, അത് എത്ര വലിയ കാര്യങ്ങളാണെങ്കിലും ഈ പ്രപഞ്ചം നിറവേറ്റി തരും. നമ്മൾ ഏതൊരു മാനിഫെസ്റ്റേഷൻ ചെയ്യുമ്പോഴും നിങ്ങളും ഈ പ്രപഞ്ചവുമായിട്ടുള്ള ഒരു കണക്ഷൻ എന്ന് പറയുന്നത് വളരെ അത്ഭുതകരമായ ഒന്നാണ്. ആ അത്ഭുതങ്ങളിൽ ഒന്നാണ് നമ്മുടെ ആഗ്രഹങ്ങളെ നിറവേറ്റി തരുക എന്ന് പറയുന്നത്. അതിനാൽ നിങ്ങൾ ചോദിച്ചത് എന്താണോ അത് ഈ പ്രപഞ്ചം നിങ്ങളിലേക്ക് എത്തിച്ചു തരുമെന്നുള്ള പൂർണ്ണമായ വിശ്വാസത്തോടു കൂടി നിങ്ങൾ ഈ ഒരു മെത്തേഡ് പ്രയോഗിക്കുവാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഞാനിവിടെ 2 മെത്തേഡാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് ഇതിൽ ഏത് മെത്തേഡാണോ സ്വീകാര്യമായത് അത് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. രണ്ടും പരിപൂർണമായ ഫലം തരുന്നതാണെങ്കിലും കൂടി നമ്മൾ ഈ വെള്ളം ഗ്ലാസ്സിൽ വെച്ച് ചെയ്യുന്ന ആ ഒരു മാനിഫെസ്റ്റേഷൻ മെത്തേഡ് എന്ന് പറയുന്നത് അതിവേഗത്തിൽ നമ്മളിലേക്ക് ഫലം എത്തിച്ചു തരുന്ന ഒന്നായതിനാൽ കഴിവതും ആ മാനിഫെസ്റ്റേഷൻ മെത്തേഡ് പ്രയോഗിക്കുവാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കുവാനായിട്ട് ശ്രമിക്കുക. നന്ദി, നമസ്കാരം. ഓം നമോ നാരായണ. ഓം നമോ വെങ്കിടേശായ നമഃ.